ഇപ്പം നിങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പഠിച്ചു കാണും. ഇനി നമുക്ക് ഈ റോസ് എന്ന് പറഞ്ഞ സിസ്റ്റം, റോസ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ലിനക്സ് ഫുൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഉബുണ്ടു ഫുൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇനി അതിനെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വർക്ക് സ്പേസ് വേണം. ഇപ്പം പല പല റോബോട്ടിനും പല പല വർക്ക് സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സ്പൈഡർ റോബോട്ടിനാണെങ്കിൽ സ്പൈഡർ_WS വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പം ബേസിക്കലി എല്ലാവരും ചെയ്യുന്ന തുടക്കത്തിൽ ചെയ്യുന്ന കണക്ക് തന്നെ roast_WS എന്ന് പറഞ്ഞ വർക്ക് സ്പേസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫോൾഡറാണ്. ഈ മേക്ക് ഡയറക്ടറി പി roast_WS__src എന്ന് പറയുമ്പം റോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു roast_WS എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് SRC എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കുക. ഇതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതേ കോപ്പി കൊടുത്തിട്ട് പുതിയൊരു ടെർമിനൽ എടുക്കുന്നു, എന്നിട്ട് Ctrl+Shift+V കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കണം. ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റർ കൊടുക്കുന്നില്ല, ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നോക്കിക്കോ, പിന്നെ സോഴ്സ് ഇൻസ്റ്റാൾ setup.bash. അപ്പം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ബേസിക്കലി എല്ലാം പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇതേ കണക്ക് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. Ctrl+Shift+V. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് സെർച്ച് ചെയ്യണം, gedit ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി നേരത്തെ പറഞ്ഞായിരുന്നു ഒരു roast_WS എന്ന് പറഞ്ഞ സോഴ്സിങ് GDT കയറി ചെയ്യണമെന്ന് നിങ്ങൾ നേരത്തെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നിങ്ങളുടെ വർക്ക് സ്പേസ് ഉണ്ട്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് സ്പേസ് എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് roast_workspace_. ഇപ്പം നിങ്ങൾ ഇത് ഈ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും നോക്കിക്കോ. ഇപ്പം ഇതേ കണക്കൊരു ഫോൾഡർ വരും, roast_WS എന്ന ഫോൾഡർ വരും, അതിനകത്ത് SRC എന്ന് പറഞ്ഞ സാധനം വരും, പിന്നെ ബിൽഡ് ഇൻസ്റ്റാൾ ലോഗ്. ഓക്കെ, ഇതേ കണക്ക് ഇത്രയും ഒരു സാധനം വരും. അപ്പം ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയെങ്കിലാണ് നിങ്ങൾക്കിത് ഇത്രയും വരുന്നത്. റോസ്റ്റ് എന്ന് പറഞ്ഞ WS വരും, നിങ്ങൾ ഹോം ഡയറക്ടറിയിലാണ് അത് കാണുന്നത്, roast_WSനകത്ത് പിന്നെ ബിൽഡ് ഇൻസ്റ്റാൾ ലോഗ് SRC ഇത്രയും സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അത് കഴിഞ്ഞ് ഇനി വർക്ക് സ്പേസിനെ സോഴ്സ് ചെയ്യണം, കറണ്ടായിട്ടൊന്ന് സോഴ്സ് ചെയ്യണം. അപ്പം നിങ്ങളിത് കൊടുത്തിട്ട് ഇത് നേരത്തെ അടിച്ചു വന്ന ടെർമിനലിൽ തന്നെ എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പം അതെൻ്റെ ഇതിപ്പം സെറ്റായിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോക്കും, ഇപ്പം ഇനി ഇനി അതിനകത്ത് തന്നെ ആ ടെർമിനലിൽ തന്നെ Ctrl+Shift+V എടുത്തിട്ട് gedit പോകണം. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചൊരു സാധനം കാണും, ഇത് നിങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചത് റോസ് ഹംബിൾ setup.bash. അപ്പോൾ അത് തന്നെ ഇതേ കണക്കൊരു സാധനം കോപ്പി ചെയ്തിട്ട് നമ്മുടെ ChatGPT തരും. ഇപ്പോൾ വേണ്ട, സോഴ്സ് ചെയ്യണം വർക്ക് സ്പേസ്. അപ്പം നിങ്ങൾ ഇത് കോപ്പി ചെയ്തിട്ട് നേരെ GDT പോയിട്ട് സോഴ്സ് കൊടുത്തിട്ട് നേരെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് നേരെ സേവ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്യാൻസൽ കൊടുക്കുക. എന്നിട്ട് നേരത്തെ എടുത്ത ആ ഓപ്പൺ ആക്കിയ ടെർമിനലിൽ തന്നെ സേവ് ചെയ്യണ്ടേ, അപ്പം ഇത് കൊടുക്കുക, ഈ source./bashrc സെറ്റപ്പ് കൊടുക്കുക. എന്നാലേ നിങ്ങളുടെ കറക്റ്റ് സോഴ്സ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വർക്ക് സ്പേസിൽ കയറാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ഹോം ഡയറക്ടറി പോവുക, വർക്ക് സ്പേസിൽ പോവുക, SRC പോവുക. ഇതാണ് നിങ്ങളുടെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണത്തില്ല, ഇത് ഫുൾ empty ആയിരിക്കും. ഇത് എൻ്റെ അതിനകത്ത് കിടപ്പുണ്ട്, കാര്യം ഞാൻ എൻ്റെ റോബോട്ട് കുറച്ച് പാക്കേജ് കിടപ്പുണ്ട്. ഞാൻ കുറച്ച് പാക്കേജ് നിങ്ങൾക്ക് തരും, നിങ്ങൾ അതാണ് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.